ഇന്നലത്തെ എപ്പിസോഡെന്ന് പറയാൻ ഭയങ്കരമായിട്ടൊന്നും ഇല്ലെങ്കിലും മെയിനായിട്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആര്യനായിരുന്നു. ആര്യൻ്റെ എതിരെയാണ് ലാലേട്ടൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡും കൂടിയാണ്. ഫസ്റ്റ് തന്നെ ആര്യൻ്റെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എല്ലായിടത്തും ചോദിക്കുന്നുണ്ട്. മെജോറിറ്റി ആൾക്കാരും പറഞ്ഞു ഭയങ്കരമായിട്ട് മോശമായിരുന്നു. അനീഷ് എണീറ്റ് എന്നിട്ട് പറയുന്നുണ്ട് ഇതുവരെ വന്ന ക്യാപ്റ്റൻസിൽ ഏറ്റവും മോശമായിട്ടുള്ള വ്യക്തിയാണ് ആര്യൻ എന്ന് പറയുന്നത്. അത് കേട്ടത് ആര്യൻ ഭയങ്കരമായിട്ട് ചിരിച്ചവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആര്യൻ നല്ല രീതിയിലൊന്നും ക്യാപ്റ്റൻസി ഒന്നും നടത്തിയിട്ടില്ല. ആദ്യത്തെ 2 ദിവസമൊക്കെ കുഴപ്പമില്ലായിരുന്നു, പിന്നെ ഭയങ്കര മോശമായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നു. അതിനുശേഷം രേണു എണീറ്റ് നിന്നിട്ട് ആര്യനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ജിസയിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആര്യനെ. അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് സംസാരിച്ചത് ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അക്ബറിൻ്റെയും ഷാനവാസിൻ്റെയും കാര്യമാണ്. ഷാനവാസ് അക്ബറിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ജിസേലിനെ നോക്കുന്ന നോട്ടമൊന്നും ശരിയല്ല. അത് ജിസേലിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, എന്താണ് ഷാനവാസ് അങ്ങനെ തോന്നാൻ കാരണം, എന്താണ് ഷാനവാസിന് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഷാനവാസ് എണീറ്റ് നിന്നിട്ട് അങ്ങനെയൊന്നും ലാലേട്ട, അതൊക്കെ നേരത്തെ പറഞ്ഞതാണ് ലാലേട്ട, ഇപ്പം അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ട ചോദിക്കുന്നു ഇപ്പോഴും താൻ പറയുന്നുണ്ടല്ലോ അതെന്താണെന്നൊക്കെ ചോദിച്ച സമയത്ത് ഇല്ല ലാലേട്ട അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒഴിഞ്ഞു മാറിപ്പോന്നു. ലാലേട്ടൻ അത് വലിയതായിട്ടൊന്നും ചോദിക്കാനും നിന്നില്ല, അത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അത് ആ ഒരു പാട്ടിനും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം അവിടെ ഓരോ കട്ടെടുക്കുന്നതിന് ഒനിയിലും അതുപോലെ തന്നെ റെനെ ഇതൊക്കെ കട്ടെടുക്കുന്നതിൻ്റെ അത് എന്താ പറയുക, നെവിൻ കട്ടെടുക്കുന്നുണ്ട്, ഇവരുടെയൊക്കെ കട്ടെടുത്ത് കഴിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇനി ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ജിസേലിൻ്റെ കാര്യം കാപ്പിപ്പൊടി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചപ്പം ജിസേൽ ഇല്ലല്ലേട്ട അങ്ങനെയൊന്നും ഇനി ചെയ്യത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഒരു മയത്തിൽ പോയൊരു എപ്പിസോഡായിരുന്നു മെയിനായിട്ടുള്ളൊരു കാര്യം. എന്തായാലും അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് നടന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടാസ്ക് ഒരു ഗെയിം പോലെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ബോർഡ് കൊണ്ടുവച്ചിട്ടുണ്ട്. ആ ഒരു ബോർഡ് കൊണ്ടുവച്ചതിന് ശേഷം ഓരോരുത്തരെ പിക്ക് ചെയ്യണം. നല്ല ഗെയിമർ ആരാണ്, ആരാണ് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത, അങ്ങനെയൊക്കെ ഓരോരുത്തരെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കൂടുതൽ പിക്ക് ചെയ്തിട്ടുണ്ട്. സരികയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അനീഷിന് കിട്ടിയിട്ടുണ്ടായിരുന്നു, ആര്യന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ തലയിൽ ഒരു മുട്ട പോലത്തുള്ള ഒരു സംഭവം വെക്കണം, ഒരു വലിയൊരു തോട് പോലെ ഇരിക്കുന്നത്, അത് വെക്കണമായിരുന്നു. എന്തായാലും ആര്യനൊക്കെയാണ് അത് വെച്ചിട്ടുണ്ടിരുന്നത്. ആ സമയത്തുണ്ടെങ്കിൽ ലാലേട്ടൻ പറയുന്നുണ്ട് ഇനി ഇതിപ്പോൾ ബിഗ് ബോസ് പറയാതെ എടുക്കാനേ പാടില്ല എന്നുള്ളത്. അപ്പോൾ ലാലേട്ടനെ കളിയാക്കുന്ന രീതിയിൽ എന്താണ് ലാലേട്ടൻ കുളിക്കുമ്പോൾ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ആര്യം ഭയങ്കര ഓവർ സ്മാർട്ട് കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ലാലേട്ടൻ പറഞ്ഞുകൊണ്ട് കുളിക്കുമ്പോഴത്തേനും ഊരി വെച്ചിട്ട് കുളിച്ചിട്ട് അതിന് ശേഷം തിരിച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞു. അതിന് ശേഷം പിന്നെ ചോദിക്കുന്നു ഉറങ്ങാൻ നേരത്ത് എങ്ങനെ ലാലേട്ടൻ ഇട്ടുകൊണ്ട് കിടക്കണമെന്ന് ചോദിച്ചു. അപ്പോഴത്തേന് ലാലേട്ടൻ ചോദിക്കുന്നു നീ തന്നെ കളിയാക്കാനാണോ അതോ സീരിയസ് ആയിട്ട് ഡൗട്ടാണോ എന്ന് ചോദിച്ച് ലാലേട്ടൻ തന്നെ മനസ്സിലായി എന്തായാലും ബാക്കിയുള്ളവർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട എന്നുള്ളൊരു കാര്യം. അതിനുശേഷം എവിക്ഷനാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. കുറേയധികം കൂളിംഗ് ഗ്ലാസ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, എല്ലാവരും എടുത്തിടുക. എന്നിട്ട് അതിനകത്ത് ഒരു കൂളിംഗ് ഗ്ലാസിൻ്റെ ഗ്ലാസ്സിൽ അവിടെ ഇളക്കാൻ പറ്റുന്ന അവിടെ ഉണ്ട്. ഓരോരുത്തരുടെ പേര് കാണും, അവരവരിട്ടേക്കുന്ന മറ്റുള്ളവരുടെ പേരിൻ്റെ ആയിരിക്കും. അതിൻ്റെ അപ്പുറത്തെ ഗ്ലാസ്സിൽ എവിക്റ്റഡ് ആണോ അല്ലെങ്കിൽ സേവ്ഡ് ആണോ എന്ന് കാണിക്കും. ഓരോരുത്തരായിട്ട് മാറ്റുന്നുണ്ടായിരുന്നു. അക്ബർ എല്ലാവരും ഒനിയിലൊക്കെ സേവായി വന്ന് അവസാനം ശാരിക ചേച്ചി ഉണ്ടെങ്കിൽ അവസാനം ഔട്ടാവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശാരിക ചേച്ചി എല്ലാവരുടെ അടുത്തും പോവാന്ന് പറഞ്ഞിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. ഇത് ശാരിക ഔട്ടായെന്ന് പറഞ്ഞ ഉടനെ തന്നെ രേണു ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. കാരണം രേണു അവിടെ വലുതായിട്ടൊന്നും കൊടുക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് ശാരികയാണ് എന്തെങ്കിലും കൊടുത്തിട്ട് ശാരിക പോയി. ഏതായാലും ശാരിക പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് രേണു കരഞ്ഞു, ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു പുള്ളിക്കാരിക്കും. എന്തായാലും ഇന്നലത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് ഇതൊക്കെയാണ് നടന്നിട്ടുള്ളത്, വലുതായിട്ടൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലത്തെ എപ്പിസോഡിൽ ലൈറ്റായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. സോ ഏതെങ്കിലും ഞാൻ പറയാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇന്നലത്തെ എപ്പിസോഡിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് അതും മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയുക. ഓക്കെ, ബൈ.